എന്താ കുട്ടി ഇത്? ഞാൻ മർദ്ദിക്കട്ടോ, നല്ല ജീവനോടെ കളിക്കൂ. എന്താ നിർത്തിയത്? മാഷെ, ഇന്ന് ഇത്രയും മതി. ഇനി വെസ്റ്റേൺ ഡാൻസിന്റെ മാഷ് ഇപ്പൊ വരും. മടുത്തു എനിക്ക് മടുത്തു. മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. എന്നാ പലക തലക്ക് വെച്ചോളൂ. കഴിഞ്ഞു മാഷെ. ഇന്നത്തെ ക്ലാസ് കഴിച്ചു. വന്നപ്പോഴേ ഞാൻ പറയണോന്ന് വിചാരിച്ചതാ. ഉഷയെടുത്ത് വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. ഒരു മനസമാധാനം ഇല്ല മാഷെ. SSLC പരീക്ഷയാ വരുന്നത്. കണക്കിനാണെങ്കിൽ അവൾ അല്പം പുറകില്ല. കലോത്സവത്തിന് ഏതെങ്കിലും ഒരു എണ്ണത്തിന് ഫസ്റ്റ് കിട്ടിയ ഗ്രേസ് മാർക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ഉഷയെടുത്ത് വിഷമിക്കണ്ട. അവക്കൊന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ മുരളിയേട്ടൻ പിന്നെ ഗൾഫിന് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ സംഭവിച്ച? ഉഷയെടുത്തേക്ക് ഞാനുണ്ട് എന്തിനും ഏതിനും. എന്താ മാഷെ ഇത്? കൈ തോളത്ത് പാമ്പല്ല. ഞാൻ കൈ എടുക്കണ അതോ മകൾക്ക് ഒന്നാം സമ്മാനം വേണം? സമ്മാനം ഉറപ്പാ. ചന്ദനലേവ സുഗന്ധം പൂശിയതാരു കാറ്റോ മാലതിയോ. സൂര്യേട്ടൻ ഇങ്ങനെ നീന്തൽ പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യം സൂര്യയുടെ കരയിലേക്ക് കയറുക, എന്നിട്ട് കൊച്ചിനടുത്ത് കുളത്തിന്റെ നടുവിലേക്ക് എറിയ. അവിടെ കിടന്ന് കൊച്ചു മുങ്ങിയും താണും നീന്തൽ പഠിച്ചോളും. അങ്ങനെ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കൈ ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെ? ആദ്യം കൊച്ചിനെടുത്തോ, എന്നിട്ട് എറിയ. വെറുതെ അവിടെ കയറിയിരിക്കാതെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കുളിക്കടാ. അങ്ങനെ ചെയ്യാല്ലേ? പിന്നല്ലാതെ. ഇങ്ങനെ മുങ്ങി കുളിക്കുമ്പോ സുഖ. ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കടാ. പിന്നെ എന്നിട്ടാണ് പൊതുക്കോന്നും പറഞ്ഞ് വെള്ളത്തിൽ വീണ് ചാവാൻ. വെള്ളത്തിൽ വീണ് ചത്താല് വീട്ടിൽ ചെല്ലുമ്പോ അച്ഛൻ എന്നെ കൊല്ലും. ഇപ്പൊ ഞാൻ വെള്ളത്തിൽ വീണാനെ. ഈ സോപ്പിനൊരു നാണില്ല. എങ്ങനെ പോയെന്ന് നോക്കിയേ. താനെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നേ? തനിക്ക് അപ്പുറത്തെ കടവിൽ പോയി കുളിച്ചൂടെ? ഒരു ചരക്ക് സീൻ കാണാൻ വന്നതാ. വൃത്തികെട്ടവൻ. കണ്ടാലറിയാ പെണ്ണുപിടിയിലാണെന്ന്. സൂര്യറ്റ് ഇവിടെ എന്തായാലും ഒരു മൂത്രപ്പര കെട്ടണം. മൂത്രപ്പരല്ല, മറപ്പര. ഇങ്ങനെ നഗ്നയായിട്ട് കുളിക്കാൻ എന്നെ കിട്ടൂല. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ പോയി കുളിച്ചൂടെ? സൂര്യറ്റ് രാവിലെ തന്നെ വഴക്കിന് വരുതട്ടോ. കല്യാണി മോളെന്താ നിർത്തി? നീന്തൽ പിടിക്കണ്ടേ? എനിക്ക് വയ്യ. എന്ത് പറ്റി? എനിക്ക് ഉറക്കം വരുന്നു. എന്റെ ഈശ്വരന്മാരെ. ഒന്നുകൂടെ ശ്വാസം വലിച്ചേ. മോളൊന്ന് തിരിഞ്ഞേ. മോള് പൊയ്ക്കും. ഹാർട്ട് ബീറ്റിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കുട്ടികളിൽ ജന്മനാ കാണുന്ന ഒരു പ്രോബ്ലം, അത്രേ ഉള്ളൂ. ഒരു എക്കോകാർഡിയോഗ്രാം ചെയ്യേണ്ടി വരും. അതിന് എറണാകുളം നാഷണൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അലക്സാണ്ടറെ കാണുന്നതാണ് നല്ലത്. ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യാം. എന്താ? ആയിക്കോട്ടെ. നത്തിങ് ടു വറി. പേടിക്കാനൊന്നുമില്ല. ഈ അസുഖത്തിന് VSD എന്ന് പറയും. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഹൃദയത്തിലുണ്ടാകുന്ന ചെറിയൊരു ദ്വാരം. ചിലർക്ക് അതിനൊരു സർജറി വേണ്ടിവരും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മെഡിസിൻ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഗ്രാജുവലി അത് മാറിക്കൊള്ളും. ഓക്കെ? താങ്ക് യു ഡോക്ടർ. എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പേടിപ്പിച്ച് കളഞ്ഞില്ലേ? വീട്ടിക്കല്ലേ അവള്. ഇവനിത് എവിടെ പോയി കിടക്കുക? നീ എവിടെയായിരുന്നു? ഞാൻ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോ ഒന്ന് സംസാരിച്ച് പോവാം. സൂര്യൻ, എന്തു പറ്റി? വല്ലാത്തൊരു തലവേദന.
എന്താന്നറിയില്ല, ഇന്ന് വല്ലാത്ത വിശപ്പ്. ആ വാ 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 മുത്തച്ഛന്റെ മോള് വാ. കല്യാണി എന്തിയേ? അവൾ ഉറങ്ങിയച്ച? ദിവാകരൻ വന്നോ? ഇല്ല. വാ. ഒന്ന് വേഗം ആവട്ടെ അമ്മേ. നിനക്കെന്തെന്ന് വല്ലാത്തൊരു ധൃതി? എന്താന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. കച്ചേരി എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചേരി ഗംഭീരായി. എന്ത് ഗംഭീരമായെന്ന്? കഴിക്കാൻ വരട്ടെ. ഭക്ഷണത്തിന് മുന്നിൽ എണ്ണിക്കണ്ട, ഇരിക്കെ. നീ എന്താ പാടിയത്? ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഈ ഭക്ഷണം തരുന്നത് സംഗീത, അത് മറന്നുവൻ. രാഗവർദ്ധിനി രാഗത്തില് ഷഡ്ശ്രുതി ഋഷഭത്തിന്റെ സ്ഥാനത്ത് ഗാന്ധാരം പാടിയതെന്താ നീ? വലിയ വിദ്വാനായി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിൽ നിർത്തി കളയെ. വായിൽ വരുന്നത് മുഴുവൻ അതേപോലെ പാടിയാ സംഗീതമാവില്ല. സംഗീതം ഒരു നാദവികാര ഭാഷയാണ്. അതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഭക്തി, കോപം, പ്രണയം, അങ്ങനെ എല്ലാ വികാരങ്ങളും അതിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയണം. അതിനാണ് രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗങ്ങളുടെ സ്വരസ്ഥാനം മാറിയാല് അതിന്റെ ഭാവവും വിളിപ്പേരും ഒക്കെ മാറും. നീ എന്നെ അച്ഛ എന്ന് വിളിക്കണമെങ്കിൽ നീ മകന്റെ സ്ഥാനത്തും ഞാൻ അച്ഛന്റെ സ്ഥാനത്തും നിൽക്കണം. അത് മാറിപ്പോയാൽ വിളിപ്പേരും മാറും. അത് തന്നെയാണ് രാഗങ്ങളിൽ സ്വരങ്ങൾക്കുള്ള സ്ഥാനവും. കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന അധ്യാപകനാണ് നീ. മതി, ഇനി അവൻ ഭക്ഷണം കഴിച്ചോട്ടെ. തെറ്റുകൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി ജീവിതത്തിൽ എന്നും അവശേഷിക്കും. കഴിക്ക്. നീ കരയാ? ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ. വാതിലുകളൊക്കെ അടച്ചോ? അടുക്കളയുടെ വാതിലോ? ഇത് കേട്ടാത്തൊന്നും ഞാൻ ഈ വീട്ടിൽ ഇന്ന് വന്ന് കയറിയതാന്ന്. പഴയ കാലല്ല. പത്രം എടുത്ത് നിവർത്തിയ കളവും പിടിച്ചോറിയും മാത്രമേ ഉള്ളൂ. സൂര്യനെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചോ? പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും, അവസാനം ഇങ്ങനൊരു ചോദ്യവും. പാടിയപ്പോ 1-2 സ്ഥലത്ത് പിഴച്ചു എന്നുള്ളത് ശരിയാ. എന്നാലും ആർക്കും മനസ്സിലായിട്ടില്ല. അവൻ ഒന്നുകൂടൊന്ന് മനസ്സിരുത്തിയ ശരിയാ, പക്ഷേ അവനൊരു ജോലിയും കൂടി ശരിയായ. ശ്രമിക്കാഞ്ഞിട്ടല്ലോ. അന്ന് ആ പൊതുവാള് പറഞ്ഞ സ്കൂളിലെ ജോലിക്ക് എന്തായിരുന്നു കുഴപ്പം? 2-3 ലക്ഷം കൊടുത്ത് അധ്യാപകനാകുക, അതും സംഗീതാധ്യാപകൻ. തനിക്കറിയാലോ, അക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ എതിർപ്പ് അവനാണ്. പ്രായം എത്രയെന്നറിയോ അവന്? അവസാനം നമ്മള് കുറ്റക്കാരാവരുത് അവന്റെ മുമ്പില്. എല്ലാം ശരിയാവുന്നേ. നമ്മളാരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. രാജിയുടെ വീടിന്റെ പണി 1-2 ആഴ്ചക്കുള്ളിൽ തീരുമെന്നാ മേസ്തിരി പറഞ്ഞത്. തീരുമ്പോ തീരട്ടെന്ന്, അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. ദിവാകരന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പലതും തുടങ്ങി നോക്കിയില്ല അവൻ. ഒന്നും അങ്ങോട്ട് പച്ച പിടിച്ചില്ല. സമയദോഷം എന്നല്ലാതെ എന്ത് പറയാൻ. ദിവാകരനായിരിക്കും. നീ ആ ലൈറ്റ് ഇട്. എന്താ ഈ നേരത്ത്? അത് സൂക്ഷിച്ച എനിക്കറിയാം. ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുമ്പോഴാ വഴി കിടക്കുന്ന കണ്ടത്. നന്നായി കുടിച്ചിട്ടുണ്ട്. കാശിന്റെ കാര്യം പറഞ്ഞ് ആരോടോ വഴക്കിട്ടൂന്ന് അറിഞ്ഞത്. എന്നെ അവൻ തല്ലി വിടില്ല, തിരിച്ച് തല്ലിയിരിക്കേ. അപ്പൊ ഞങ്ങള് ഈ ബോഡി ഇവിടെ എത്തിച്ചതിന് വല്ലതും തന്നോ? തന്താ ഓടോ. എന്താ ദിവാകരേട്ടത്? അകത്തേക്ക് വരൂ.
ഇവനെ ഞാൻ സൂര്യ അച്ഛാ അകത്ത് പോ. അച്ഛൻ നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛവൻ. അകത്ത് പോനാ പറഞ്ഞത്. ദിവാകര, നീ അകത്തേക്ക് പോ. അകത്തായാലും പുറത്തായാലും നിങ്ങൾക്കെന്താ? ഞാൻ തെണ്ടിയല്ലേ. മോനെ, എനിക്ക് നിന്നോട് വേണ്ട, ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട. ഞാൻ നന്നാവൂല. എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. എല്ലാം ശരിയാവും.